ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് രണ്ട് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒന്ന് തരി കാച്ചിയത്, അതിനെ തരിക്കഞ്ഞി എന്നും പറയും കേട്ടോ. പിന്നെ രണ്ടാമത്തത് നമ്മുടെ സാദാ പഴം നിറച്ച് പൊരിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തരി കാച്ചിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിൽ നമുക്ക് കുറച്ച് സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഒരു അരക്കപ്പോളം സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സേമിയ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാത്രത്തില് പാല് തിളപ്പിക്കാൻ വെക്കാം. അപ്പൊ അതിനായിട്ട് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുത്ത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3 ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തരി ചേർത്ത് കൊടുക്കാം. തരി എന്ന് പറയുന്നത് റവയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ പേര് വന്നത് തന്നെ. അപ്പൊ ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ ചൂടിലിരുന്നിട്ട് തന്നെ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് വറവ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് പശുനെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 4-5 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഏകദേശം ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് 4-5 അണ്ടിപ്പരിപ്പ് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തരി കാച്ചിയിലേക്ക് ഈ വറവൊന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തരി കാച്ചിയതിൽ ശരിക്കും റവ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഇവിടെ എല്ലാവർക്കും സേമിയ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ മറന്നുപോയിട്ടോ. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മുന്നൊക്കെ നോമ്പിന് എല്ലാ ദിവസവും തരിക്കഞ്ഞി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറവാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. ഉണ്ടാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആണ് ആദ്യം തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി
ഇനി അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു 4-5 അണ്ടിപ്പരിപ്പ് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേന്ത്രപ്പഴം 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വലിയ നേന്ത്രപ്പഴത്തിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. എനിക്കിപ്പോൾ കയ്യിലുള്ളത് ചെറുതാണ്, അതുകൊണ്ടാണ്. ഇനി കട്ട് ചെയ്ത ഗ്യാപ്പിലേക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. 2 സൈഡിലും നന്നായിട്ട് നിറച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 4 പഴത്തിലും ഫില്ലിംഗ് ഒക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് സാധാ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. മൈദപ്പൊടി, അതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ 2 സൈഡും ഏകദേശം ആവുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറക്ക് സ്പെഷ്യലായിട്ട് 2 ഐറ്റമാണ്, തരിക്കാച്ചിയതും അതുപോലെ തന്നെ പഴം നിറച്ചതും, പിന്നെ ബാക്കി കുറച്ച് ഫ്രൂട്ട്സും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.